മുരളി എന്നൊരാൾ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശ്രീ ജയൻ്റെ മകനാണെന്ന അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങിയത് ജയൻ്റെ അനുജൻ സോമൻ നായരുടെ മരണശേഷമാണ്. അത്രയും കാലം മുരളിയുടെ അച്ഛൻ ഒരു രാമകൃഷ്ണൻ ആചാര്യയായിരുന്നു. സോമൻ നായരുടെ മരണശേഷം ഇയാൾ മുരളി ജയൻ എന്ന് പേരും മാറ്റി. മുരളി ആവശ്യപ്പെടുന്നത് ജയൻ്റെ വീട്ടുകാർ മുൻകൈ എടുത്ത് DNA ടെസ്റ്റ് ചെയ്യണമെന്നാണ്. ആ പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? ശ്രീ ജയൻ്റെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ സഹപ്രവർത്തകർക്കോ ഇതേപ്പറ്റി യാതൊരു അറിവുമില്ല. സോമൻ നായരുടെ മക്കളായ ആദിത്യനും ഡോക്ടർ ലക്ഷ്മിക്കും അവരുടെ വല്യച്ഛനെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾക്കെതിരെ പോലീസിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ നിവേദനം കൊടുക്കാനേ പറ്റൂ. മുരളി ജയൻ്റെ മകനാണെന്ന് അംഗീകരിക്കാത്ത നിരവധി ജയൻ ആരാധകരും ഉണ്ട്. മുരളി എൻ്റെ മകനാണ്, ഇവനെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ശ്രീ ജയൻ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടത്രേ എന്നാണ് മുരളി പറയുന്നത്. എന്നിട്ടും മുരളിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും SSLC ബുക്കിലും അച്ഛൻ്റെ സ്ഥാനത്ത് രാമകൃഷ്ണൻ ആചാര്യ എന്നാണ് തങ്കമ്മ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇയാൾ രാമകൃഷ്ണൻ ആചാര്യയുടെ മകനല്ല എന്ന് കോടതിയിൽ പോയി തെളിയിക്കട്ടെ. DNA കിറ്റുമായി യൂട്യൂബ് ചാനലുകളിൽ ചെന്നിരിക്കുന്നതിന് പകരം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുക. എൻ്റെ അച്ഛൻ രാമകൃഷ്ണാചാര്യ അല്ല, സാക്ഷാത് ജയനാണ്, അതെനിക്ക് ലോകത്തിന് മുന്നിൽ തെളിയിക്കണം. അതോടൊപ്പം ആചാര്യയുമായി തനിക്ക് ജീവശാസ്ത്രപരമായ ബന്ധമൊന്നുമില്ലെന്ന് തെളിയിക്കുന്ന രേഖകളും സമർപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ. കോടതി ഉത്തരവിടുമ്പോൾ സോമൻ നായരുടെ മക്കൾ നിർബന്ധമായും ടെസ്റ്റിന് ചെല്ലേണ്ടി വരുമല്ലോ. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആദിത്യൻ്റെയോ ഡോക്ടർ ലക്ഷ്മിയുടെയോ DNA എടുത്തു കഴിഞ്ഞാൽ ജയൻ്റെ മകനാണെന്ന് എങ്ങനെ തെളിയും? സോമൻ നായരുമായി മുരളിക്ക് എന്തെങ്കിലും ബയോളജിക്കൽ ബന്ധമുണ്ടോ എന്ന് അറിയാൻ സാധിച്ചേക്കും.